മാനവികതയുടെ സന്ദേശം പ്രവാസ ലോകത്തേക്കും പകർന്ന് ശിവഗിരി മഠം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ ചരിത്ര സമ്മേളനവും സാംസ്കാരിക ആഘോഷവും ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ദുബായിൽ പരിപാടി സംഘടിപ്പിച്ചത്. ശിവഗിരി മഠത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗുരുധർമ്മ പ്രചാരണ സഭ യുഎയിലെ വിവിധ സാംസ്കാരിക ആധ്യാത്മിക സംഘടനകൾ സഹകരിച്ചാണ് ചരിത്ര സമ്മേളനവും സാംസ്കാരിക ആഘോഷവും ദുബായിൽ സംഘടിപ്പിച്ചത്. ശ്രീനാരായണ ഗുരു ആലുവയിൽ 100 വർഷം മുൻപ് സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ചായിരുന്നു പരിപാടി. മതങ്ങളുടെ ഏകതയും സൗഹാർദ്ദവും സമത്വവും പ്രചരിപ്പിക്കുന്ന ലക്ഷ്യത്തോടെയായിരുന്നു സമ്മേളനം. ശ്രീനാരായണ ഗുരുദേവൻ 100 വർഷങ്ങൾക്ക് മുമ്പ് ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷം ലോകമൊട്ടാകെ നടന്നു വരികയാണ്. ശിവഗിരി മഠമാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്നേ ദിവസം ഈ ദുബായിൽ വിവിധ സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക സംഘടനകളുടെ സഹകരണത്തോടു കൂടി ഈ ശതാബ്ദി ആഘോഷം സംഘടിപ്പിക്കുകയാണ്. ഗുരു വിഭാവനം ചെയ്ത മാനവരെല്ലാം ഒന്ന് എന്നുള്ള അദ്വൈത സത്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി അധ്യക്ഷനായ സമ്മേളനം കേരള വനമന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചാണ്ടി ഉമ്മൻ MLA, ദുബായ് പരിസ്ഥിതി ജലവകുപ്പ് മുൻമന്ത്രി ഡോക്ടർ മുഹമ്മദ് S. അൽകിന്ദി, ദുബായ് പോലീസിലെ മേജർ ഒമർ മർസൂക്കി, ദുബായ് ഓർത്തഡോക്സ് ചർച്ച് വികാരി ഫാദർ അജു എബ്രഹാം തുടങ്ങിയവരടക്കം സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നൂറുകണക്കിന് പേർ സമ്മേളനത്തിന്റെ ഭാഗമായി. വലിയ സന്തോഷം, അതിലേറെ അഭിമാനം. ഇത് കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് തന്നെ ശിവഗിരി മഠം ഏൽപ്പിച്ചൊരു ചുമതല വത്തിക്കാനിൽ വെച്ച് ഗുരുദേവന്റെ സർവ്വസമ്മേളനത്തിന് 100ാം വർഷം ആചരിക്കണമെന്ന് പറഞ്ഞു. അത് ആചരിക്കാൻ സാധിച്ചു. ഇന്നിപ്പോൾ വീണ്ടും അടുത്ത വർഷമായപ്പോൾ ദുബായിൽ പരിപാടി തീർച്ചയായിട്ടും വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം, ഗുരുവിൻ്റെ അനുഗ്രഹമായിട്ട് കണക്കാക്കുകയാണ്. ഗുരുദേവ കൃതികളെ അടിസ്ഥാനമാക്കിയുള്ള നൃത്താവിഷ്കാരങ്ങളും അരങ്ങേറി. ജനം, ദുബായ്.